ഹായ്, നിങ്ങളെ എല്ലാവരെയും ഒരു സാധനം കാണിച്ചു തരികയും നിങ്ങളുടെ ഒരു സംശയത്തിനും മറുപടി പറഞ്ഞു തരികയും ചെയ്യാനായിട്ടാണ് ഇപ്പം ഈ വന്നേക്കുന്നത്. നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഈ കന്നിമൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഭാഗം വരുന്നതാണ്, അതിൽ ഏതൊക്കെ ദിക്കുകൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഈ കന്നിമൂല വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാകട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചേക്കുന്നത്. അതായത് ഈ കന്നിമൂല നമ്മൾ കണക്കാക്കുന്നത് തെക്ക് വശത്തിൻ്റെ ഈ ഒരു പോർഷൻ അങ്ങോട്ട് ചെന്ന് കൂടുമ്പോഴും അതുപോലെ പടിഞ്ഞാറ് വശത്തിൻ്റെ ആ ഒരു പോർഷനോട് വന്നു ചേരുമ്പോൾ ഒരു കോൺ പോണക്ക് വരും. ആ കോണിനാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നിമൂല സൈഡിന് എല്ലാം കൃഷി ചെയ്യാൻ പറ്റത്തില്ല. ചില സാധനങ്ങൾ മാത്രമേ നമുക്ക് ആ സൈഡിന് കുഴിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കന്നിമൂല സൈഡ് എപ്പോഴും വൃത്തിയും മെനയും വെടുപ്പുമായിട്ട് കിടക്കുകയും വേണം. അല്ലാതെ ഇറച്ചി കഴിയ വെള്ളവും മീൻ വെട്ടിയ വെള്ളവും മുട്ടത്തോടും ഒന്നും പൊട്ടിച്ചിടുവോ അല്ലെങ്കിൽ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടുവോ ഒന്നും ചെയ്യുന്ന സ്ഥലമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാശത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയുന്നത് നല്ല നാശത്തിൻ്റെ ആരംഭം തന്നെയാണ്. അപ്പം ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സമയദോഷമോ കഷ്ടകാലമോ അല്ലെങ്കിൽ ചില ആണ്ടിൽ നമ്മൾ ഈ വാവൊക്കെ വരുമ്പോൾ നമുക്ക് പിതൃക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റേതായ ഒരു ദോഷമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നലും ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഈ കഷ്ടകാലം വരുന്നത്, അപകടങ്ങൾ വരുന്നതെന്നൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ചുവട് മുറി ചിരട്ടയിൽ വെള്ളം വെച്ചേക്കുക, അല്ലെങ്കിൽ അതുപോലെ ഒരു ചിരട്ടയിൽ ഇത്തിരി ചോറിട്ട് വയ്ക്കുക. അതായത് പഴയ ചോറും വളിച്ചതും പൊളിച്ചതും വേസ്റ്റൊന്നും അല്ല ഇട്ട് വയ്ക്കേണ്ട, ശുദ്ധമായ സാധനം ഇട്ട് വയ്ക്കുക. അപ്പോൾ ഈ കാക്കകളോ മറ്റു പക്ഷികളോ ഒക്കെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും ആ സമയത്തിൻ്റെ ആ ദോഷവും നമുക്ക് മാറിക്കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ ഈ കന്നിമൂല സൈഡൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും അടുത്ത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ വന്നപ്പോൾ ഈ കന്നിമൂല സൈഡിന് വെക്കാനായിട്ട് എനിക്കൊരു സംഭവം കൊണ്ട് തന്നു. കാരണം ഞങ്ങളുടെ ഇടുക്കിയിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ഇടുക്കി തൊടുപുഴ ഏരിയയിലൊന്നും. ഇവിടെ ഇപ്പം ഈ ആലപ്പുഴ വന്നേ പിന്നെയാണ് ഇതിങ്ങനെ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. നമ്മൾ അറിയത്തില്ലാത്ത കാര്യങ്ങൾ, എനിക്കിതെല്ലാം അറിയാമെന്ന് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. അതായത് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ ഏരിയ അല്ലെങ്കിൽ ആലപ്പുഴ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അവർ ഈ കൊതിപ്പുല്ലെന്ന് പറയും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തിരിശീലയിൽ ഈ കൊതിപ്പുല്ല് ഇങ്ങനെ കയ്യിൽ കെട്ടിവെക്കും, അല്ലെ കിടക്കുന്ന കൊച്ചിനെ കിടത്തുന്ന തൊട്ടിയുടെ അടിയിലോ അല്ലെ ബെഡിൻ്റെ അടിയിലോ ഒക്കെ എടുത്ത് വെക്കും. വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ കൊതി ദോഷവും നാവ് ദോഷവും കണ്ണീറും പിന്നെ എന്താണ് ഈ ചീത്ത, അതായത് ഇവർ പറയുന്നത് നെഗറ്റീവ് എനർജി ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ പുല്ലെന്നാണ് പറയുന്നത്. അത് ഈ കന്നിമൂല സൈഡിന് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പുല്ല് ഉണങ്ങി അങ്ങ് പോകും. ചിലപ്പോൾ ഉണങ്ങും, എന്നാലും നമ്മളിത് പറിച്ച് കളയരുത്. ഇപ്പോൾ ഈ പുല്ലിനൊരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും ഒരു ചെറിയൊരു പച്ചപ്പ് ഒരു നാമ്പുണ്ടെങ്കിൽ ഇത് മുളച്ച് കയറി വരും. അത് മുളച്ച് കയറി വരുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് മുളയ്ക്കുന്നതനുസരിച്ച് എവിടുന്നെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് കിട്ടാതെ വരുന്ന കാശ് വരെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൊക്കെ നമുക്ക് എവിടുന്നെങ്കിലും നമുക്ക് കാശ് നമുക്ക് കിട്ടിയിരിക്കും എന്ന് പറയും. നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മാറും, നല്ലൊരു ഐശ്വര്യവും ഒക്കെ നമുക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പുല്ല് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പാക്ക് ചെയ്താൽ എനിക്കിവിടെ കൊണ്ടു തന്നത്. ഇത് എൻ്റെ ഒരു സന്തോഷം. ഇപ്പം ഞാൻ എന്തെങ്കിലും എനിക്കൊരു നല്ലത് ചെയ്യുമ്പോൾ അത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ശരിക്കും ഒന്ന് കണ്ടു നോക്കിക്കുക. ഈ പുല്ല് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കന്നിമൂല സൈഡിലൊന്ന് വെച്ച് പിടിപ്പിച്ചോ കേട്ടോ. ഇതിപ്പം ഞാനിതിവിടെ കുഴിച്ചു വയ്ക്കാൻ പോവാം. അപ്പം പറഞ്ഞത് മനസ്സിലായല്ലോ. തെക്കിൻ്റെ ഭാഗവും പടിഞ്ഞാറിൻ്റെ ഭാഗവും കൂടെ കൂടി വരുന്ന ആ കോർണറാണ് കേട്ടോ കന്നിമൂല. അപ്പം ഞാനിവിടെ ഒന്ന് വെക്കുവാണ്. എൻ്റെ കന്നിമൂല സൈഡൊക്കെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാലും മതിലൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട് മതിൽ. അപ്പം നമ്മൾ ആ മൂല സൈഡ്, അതായത് ആ മണ്ണിൻ്റെ ഭാഗം വൃത്തിയായിട്ട് കിടക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ആ ഭാഗം. ഇതാണ് എൻ്റെ വീടിൻ്റെ കന്നിമൂല. അപ്പം ഞാനിതിവിടെ കുഴിച്ചു വയ്ക്കാൻ പോവുക. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ കന്നിമൂല സൈഡിന് ഈ പുല്ല് കുഴിച്ചു വെച്ചു. ഇതിന് പറയുന്നത് കൊതിപ്പുല്ലെന്നാണ് കേട്ടോ പറയുന്നത്. ഈ നാട്ടിലോട്ട് കൊതിപ്പുല്ലെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം കാണുന്നതാണേ. പിന്നെ ഇതിനി
ഒരു ശകലം വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു കൊടുക്കും. അപ്പോൾ ഇത് മുളച്ച് പോകുന്നോളും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പുല്ലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കന്നിമൂല സൈഡിൽ ഒന്ന് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ഈ പുല്ലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി തരാനായിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. ഈ പുല്ലിനെ കുറിച്ച് അന്ധവിശ്വാസമാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇവിടെയുള്ളവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എനിക്കറിയില്ലാത്ത കാര്യമാണ്. എങ്കിലും ഞാൻ പറയും, ഇവിടെ കൊച്ചുണ്ടായപ്പോഴും ഒക്കെ ഇവിടെ അമ്മച്ചിക്കാണേലും ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ശരീരം ദേഹം ചൊറിച്ചിലിന് ചിലർ പറയല്ലേ, നമ്മൾ എവിടെയെങ്കിലും നന്നായിട്ട് ഒരുങ്ങി പിറക്കിയൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ കണ്ണ് കിട്ടിയതാ, അവരിങ്ങനെ കൂടെ കൂടെ നോക്കിയതാ, അല്ലെ കൊതി കിട്ടിയതാ എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മളിത് വെള്ളം അടുപ്പേ വെച്ച് ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൽ ഈ പുല്ല് കുറച്ച് ഒരു പിടി പറിച്ചിട്ടിട്ട് നമ്മൾ ആ വെള്ളം കോരി ഒഴിച്ച് കുളിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കൊതിയും ഇതൊന്നും കിട്ടാതിരിക്കാനായിട്ട് ഒരു കഷ്ണം പുല്ലെടുത്ത് ഒരു പേഴ്സിലോ അല്ലെ കർച്ചീഫിലോ ഒക്കെ പൊതിഞ്ഞ് പിടിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു കണ്ണീർ ദോഷവും നാവദോഷവും കിട്ടത്തില്ല. ഇതൊക്കെ ഇവിടെ പെൺകൊച്ചിന് ഇത് ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ താത്തു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ, താത്തുവിൻ്റെ വീട്ടിൽ പോയിട്ടിരുമ്പോഴല്ലേ ഈ പുല്ലിൻ്റെ ഒരു ഇച്ചിരി പറിച്ച് പേഴ്സിലും അല്ലെ കൊച്ചിനെ പിടിക്കുന്ന ആ തൂവാലയ്ക്കകത്തും ഒക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കൊതി ദോഷവും ഇല്ലെന്ന് പറയും. എൻ്റെ കൊച്ചിനും കിട്ടത്തില്ല രേനി എന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാനൊരു ചൂട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാനിതിൻ്റെ തരാൻ കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോന്നേ. അപ്പം നമുക്ക് ദോഷമൊന്നുമില്ല, കാശ് മുടക്കില്ല, ഒന്നുമില്ലാതെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കെ.